ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അഡൾട്ട്സിന് മാത്രമുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടേ അല്ലായിരുന്നു. എല്ലാ ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. സോ പിള്ളേര് യൂസ് ചെയ്യും. തീർച്ചയായും. അപ്പൊ പിള്ളേര് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പൊ യൂട്യൂബ് പോലെ ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് ഇടാനായിട്ടുള്ള സ്പെഷ്യൽ ഫിൽറ്റർ ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. അങ്ങനെ ഇതില്ല അല്ലേ? ഇല്ല. സോ നമ്മള് എന്താ പറയുക, സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ കൂട്ടത്തില് അതും വരാം. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു അഡൾട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ കുട്ടികള്, അവർക്ക് ആ പറയുന്ന ആൾക്കാർക്ക് കുട്ടികളുണ്ട്, അവർക്ക് റീൽസ് നോക്കാനായിട്ട് എന്തെങ്കിലും ഫോൺ കൊടുത്ത് ഞാൻ പേഴ്സണലി നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിട്ട് സ്ലിപ്പായിട്ട് ആക്സിഡന്റലി ഫീഡ് കയറി വരാം, അതിനകത്ത് കയറി ഞെക്കാം, വേറെ വഴിക്ക് പോവാം. അല്ല, അതാണ് അവിടെയാണ് നമ്മുടെ കൺസേൺ വരുന്നത്. അതായത് ഫേസ്ബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മമാരുടെ പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു അല്ലെ. അതേസമയം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ പ്ലാറ്റ്ഫോം. അപ്പൊ അതാണ് നമ്മുടെ കൺസേൺ അല്ലെ. ഈ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ